ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ഹാൻഡ് വർക്കാണ്. വെൽവെറ്റ് ഓർഗൻസയാണ് മെറ്റീരിയൽ എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 10 വയസ്സിൻ്റെ അളവിനാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മെറ്റീരിയലിൽ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രെയിമിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഹിപ്പിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്താണ് കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് 1/2 ഇഞ്ചിൽ ഗ്യാപ്പിൽ ഇതേപോലെ ഞാൻ ലൈൻസ് കറക്റ്റായിട്ട് ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കാണണമെന്ന് ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് അത് നോക്കുക. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് വീറ്റ് ബീഡാണ് കേട്ടോ. വൈറ്റ് കളർ വീറ്റ് ബീഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നൈലോണിൻ്റെ ത്രെഡാണ്. അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നൈലോണിൻ്റെ ത്രെഡ്. പിന്നെ ഇതാ കറക്റ്റ് നമ്മൾ ലൈൻ വരച്ച അതിലേ ഞാൻ ഷുഗർ ബീഡ്സ് ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആദ്യം ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് 2 ഷുഗർ ബീഡ്സിനാണ് കേട്ടോ ഒരു സ്റ്റിച്ച് ഇതേപോലെ ചെയ്തെടുത്തിട്ട് മുകളിൽ ഒരു 5 mm റൗണ്ട് ബീഡ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ വൈറ്റ് കളർ റൗണ്ട് ബീഡ് വെച്ച് ലോക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു വീറ്റ് ബീഡും ഒരു ഷുഗർ ബീഡും, വീണ്ടും വീറ്റ് ബീഡും ഷുഗർ ബീഡും, അങ്ങനെയാണ് കേട്ടോ കോർത്തെടുക്കുന്നത്. എന്നിട്ട് ഇതാ ഇതേപോലെ വീറ്റ് ബീഡ് മുകളിൽ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ലോക്ക് ചെയ്തെടുക്കുകയാണേ. ബീഡ്സിന് ഉള്ളിൽ കൂടെ തന്നെ ത്രെഡ് കയറ്റി ലോക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതാണ് ഒന്നുകൂടെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്. ഇതേപോലെ ഫുള്ളും നമ്മൾ ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കുകയാണേ. നല്ല ഭംഗിയാണ് കേട്ടോ. യോക്ക് പോർഷനിൽ വരുമ്പോഴത്തേനും നല്ല ഭംഗിയാണ്. അല്പമല്ല നല്ല ടൈം എടുക്കും. ഈ ബീഡ്സ് രണ്ടും ഡിഫറെൻറ്റ് ബീഡ്സ് ആയതുകൊണ്ട് തന്നെ ടൈം എടുക്കും കേട്ടോ. സിംഗിൾ ബീഡ്സ് ആയിരുന്നെങ്കിൽ നമുക്ക് അത്രയും ടൈം കുറവാണ്. നമ്മൾ ഈ ഡ്യുവൽ ബീഡ്സൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ നല്ല ഡ്യുവൽ ബീഡ്സ് അല്ല കുറേ ബീഡ്സൊക്കെ ഇട്ട് ചെയ്യുന്ന വർക്കിന് നല്ല റേറ്റും അതേപോലെ സമയവും നന്നായിട്ട് എടുക്കുന്നൊരു പ്രോസസ്സാണ് കേട്ടോ. ഇതേപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ.
ഈ കാണുന്ന പോലെ ഒരേ സമയമൊന്നും ഇരുന്നിട്ടല്ല കേട്ടോ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്ന. ഒരു 2-3 മണിക്കൂർ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ബോഡി പെയിൻസ് വന്നു തുടങ്ങും. സോ ഇടവിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെസ്റ്റ് അളവ് വരുന്നത്, വേസ്റ്റിൻ്റെ അളവ് വരുന്നത് 12 കേട്ടോ. 12.5 വരും. കറക്റ്റ് 6 ഇഞ്ചിലാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതേ മോഡലൊരു വർക്ക്, ഇതേ മോഡലല്ല, ജസ്റ്റ് ഒരു ഡിഫറെൻറ്റ് വർക്ക് നമ്മൾ ഓൾമോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ വീണ്ടും അതിൻ്റെ ഓർഡറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസത്തിൽ ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തെടുത്തത്. വേസ്റ്റിൻ്റെ ഭാഗത്ത് ഈ വർക്ക് വരുമ്പോൾ നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് തന്നെ നിൽക്കും കേട്ടോ. നല്ല ഭംഗിയിട്ട് ഓൾമോസ്റ്റ് 5-6 മണിക്കൂർ എടുത്തു കേട്ടോ ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ. ഞാൻ സ്ലോ ആയതുകൊണ്ടും കുറച്ചുകൂടെ ടൈം എടുക്കും കേട്ടോ. പിന്നെ ലോക്കിട്ടെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വെൽവെറ്റ് ഓർഗൻസയും കൂടെ ആയതുകൊണ്ട് സ്റ്റിച്ചിങ് അല്പം പാടാണ് കേട്ടോ. പിടിച്ചാൽ കിട്ടാത്ത തുണി ആയതുകൊണ്ട്. ഔട്ട്ലുക്ക് കണ്ടാലോ, സ്റ്റിച്ചിങ് കൂടെ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഔട്ട്ലുക്കാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു വെൽവെറ്റ് ഓർഗൻസ യൂസ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ജോർജറ്റൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ബെസ്റ്റാണ് കേട്ടോ വെൽവെറ്റ് ഓർഗൻസ. നല്ല ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയലാണ്, നല്ല ലുക്കാണ് കേട്ടോ മെറ്റീരിയൽ ഇട്ട് വരുമ്പോഴത്തേക്കും. ആ വെൽവെറ്റ് ഒരു സെയിം ലുക്കൊക്കെ തന്നെ വരും. അത്രയും വെയിറ്റ് ഉണ്ടാവാത്തത് മാത്രമാണ് കേട്ടോ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എന്തായാലും വേസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ വർക്ക് ചൂസ് ചെയ്യുന്നവർക്ക് ചൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ഓപ്ഷനാണ്. അതേപോലെ സ്ലീവിൻ്റെ താഴ്ഭാഗത്തും മുകൾഭാഗത്തും സെറ്റാണ് കേട്ടോ ഈ വർക്കൊക്കെ ചൂസ് ചെയ്താലായിട്ട്. അപ്പോൾ ഔട്ട്ലുക്കാണ് ഇത്. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.